നമസ്കാരം, ഞാൻ സാജൻ. ക്യാബിനറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഈ ആഴ്ചയിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി നിക്ഷേപങ്ങളുടെ മൂല്യനിർണ്ണയം നാളെ മുതൽ. കരകുളം മുല്ലശ്ശേരി പേഴുമൂട് റോഡ് ശോചനീയാവസ്ഥയിൽ, നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. പിതൃക്കളുടെ മോക്ഷത്തിനായി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. കടക്കൽ പഞ്ചായത്ത് സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ. വാർത്തകൾ വിശദമായി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിലുള്ള നിധി നിക്ഷേപത്തിന്റെ മൂല്യനിർണ്ണയം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് മൂല്യനിർണ്ണയം നടത്തുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിൽ നിന്ന് കണ്ടെത്തിയ നിധിയുടെ മൂല്യനിർണ്ണയ നടപടികളാണ് നാളെ മുതൽ ആരംഭിക്കുക. സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയിലെ അംഗങ്ങളായ ഡോക്ടർ VC ആനന്ദബോസ്, പ്രൊഫസർ MV നാരായണൻ, ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ VK ഹരികുമാർ ഉൾപ്പെടെയുള്ള 5 സംഘമാണ് നിധിയുടെ മൂല്യനിർണ്ണയം നടത്തുന്നത്. മൂല്യനിർണ്ണയം ആരംഭിക്കുന്ന ദിവസം മുതൽ തടസ്സമില്ലാതെ എല്ലാ ദിവസവും തുടർച്ചയായി നടത്താനാണ് കോടതിയുടെ ഉത്തരവ്. ക്ഷേത്രത്തിലെ B നിലവറ ഒഴിച്ചുള്ള 5 നിലവറകളിലെ മൂല്യനിർണ്ണയം സമിതി നടത്തും. മൂല്യനിർണ്ണയം നടത്തുന്നത് വീഡിയോയിൽ ചിത്രീകരിക്കാൻ കോടതി ഉത്തരവിട്ടതിനാൽ പരിശോധന മുഴുവൻ വീഡിയോയിൽ ചിത്രീകരിക്കാനുള്ള സംവിധാനവും ഉണ്ടാകും. ക്യാപിറ്റൽ ന്യൂസ്, തിരുവനന്തപുരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് തയ്യാറാക്കിയ പദ്ധതി വിശകലനം ചെയ്യാൻ സാങ്കേതിക വിദഗ്ധരടങ്ങിയ സമിതിയെ ചുമതലപ്പെടുത്തി. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ക്യാമറയും സെൻസറും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുവാനും തീരുമാനമായി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മഹാനദി കണ്ടെത്തിയ സാഹചര്യത്തിൽ സ്ഥിരമായി നടപ്പിലാക്കേണ്ട സുരക്ഷാ പദ്ധതി തയ്യാറാക്കാൻ ADGP വേണുഗോപാൽ K നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞയാഴ്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ഉപഗ്രഹ നിരീക്ഷണ സംവിധാനവും അത്യാധുനിക ലേസർ ക്യാമറ ഉൾപ്പെടുന്ന പദ്ധതികളാണ് സമിതി സമർപ്പിച്ചത്. അതിസങ്കീർണമായ സുരക്ഷാ പദ്ധതിയായതിനാൽ ഒരു വിദഗ്ധ സമിതിയെ പരിശോധിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത പോലീസ് അധികാരിയുടെ യോഗം വിലയിരുത്തി. ISRO, CDAC, സെസ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ മെക്കാനിക്കൽ വിഭാഗങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തിയാവും സാങ്കേതിക സമിതി രൂപീകരിക്കുക. ഇതിനായി ഉടൻ തന്നെ ആഭ്യന്തര വകുപ്പ് ശ്രമം ആരംഭിക്കും. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് അവിടുത്തെ ഡ്യൂട്ടിയിൽ നിയോഗിക്കുന്ന പോലീസുകാർക്ക് പ്രത്യേക ബോധവൽക്കരണം നടത്തും. ക്യാപിറ്റൽ ന്യൂസ്, തിരുവനന്തപുരം. പ്രധാനമന്ത്രിയുടെ പദ്ധതിയായ ഗ്രാമീണ സഡക് യോജന പദ്ധതി പ്രകാരം അനുവദിച്ച കരകുളം മുല്ലശ്ശേരി പേഴുമൂട് റോഡ് ശോചനീയാവസ്ഥയിൽ. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. കരകുളം മുല്ലശ്ശേരി നമ്പാട് പേഴുമൂട് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ സഡക് യോജന പദ്ധതി പ്രകാരം 1999 അനുവദിച്ച ഈ റോഡ് 2002 പണി ആരംഭിച്ച് 2004 പണി പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇതുവരെ റോഡിന്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല. ഇത് നാട്ടുകാർ വെട്ടിയിട്ടിരുന്നതാണ്. ഈ സടക്ക് പദ്ധതി വന്നതാണ് തുടക്കം. അത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലേ, അതിലാണ് ഇത് ഇങ്ങനെ വന്നത്. ഇത്രയാക്കിയിട്ടത് ഒരു ബൈക്ക് പോലും പോകാനുള്ള ഇതില്ല. മുല്ലശ്ശേരി നമ്പാട് പേഴുമൂട് റോഡ് 1998 അന്നത്തെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച റോഡാണ്. ഗ്രാമീണ സഡക്ക് പദ്ധതി പ്രകാരം അനുവദിച്ച ഈ റോഡ് 1998 അനുവദിച്ച് 2002 പണി ആരംഭിച്ച് 2004 പണി പൂർത്തിയാക്കേണ്ട റോഡ് ഇന്നിപ്പോൾ 2011 ആയിട്ടും റോഡിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ റോഡിൻ്റെ അങ്ങോട്ട് മുതൽ ഇങ്ങോട്ട് വരെ നോക്കുമ്പോൾ തൊഴിൽ നഷ്ടം ഉണ്ടാക്കി. റോഡ് അന്ന് വരെ മാറി വരുന്ന ഭരണങ്ങൾ അവരവരുടെ കാര്യങ്ങൾ നോക്കാതെ വേറെ ഒരു കാര്യം നോക്കാറില്ല. റോഡിനെ സംബന്ധിച്ച് റോഡിൻ്റെ യാതൊരു ആവശ്യമില്ല. അവർക്ക് വരുവോ പോവുക. എന്നാൽ ഇലക്ഷൻ്റെ സമയത്ത് മാത്രം ആൾക്കാരിവിടെ വരും. ഏത് പാർട്ടിയായാലും, പാർട്ടി എന്നൊന്നും പറയാനില്ല, ഏത് പാർട്ടിയായാലും ഇലക്ഷൻ സമയത്ത് മാത്രമേ ഈ പാർട്ടികളിവിടെ വരാറുണ്ട്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഒരു പ്രവർത്തന ഫലമാണ് ഈ റോഡ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്. നമുക്ക് ഇതിനകത്തുമല്ല എൻ്റെ തൊട്ടപ്പുറത്ത് സ്ഥലത്ത് പോകാനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് 2-3 വർഷം കൊണ്ട് ചെയ്യേണ്ട ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ പണി ഇപ്പോൾ ആവശ്യം എല്ലാം പൂർത്തീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. 80 ലക്ഷം രൂപ ആ റോഡിന് വേണ്ടി ഗവൺമെൻറ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വെള്ളക്കെട്ടും മറ്റുള്ള കാര്യങ്ങളും വരാൻ പ്രധാന കാരണം എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഈ തൊട്ട് മുകളിൽ തന്നെയുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അത് നാട്ടുകാരുടെ സഹകരണം വളരെ കുറവ് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെ ഈ തരത്തിലുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം അവർ ചെയ്യില്ലായിരുന്നു. കോൺട്രാക്ടറുടെയും ഉദ്യോഗസ്ഥരുടെയും കടുത്ത അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട്. ക്യാമറമാൻ സഞ്ജിത് കലർക്കൊപ്പം ശംഭു രാധാകൃഷ്ണൻ, ക്യാപിറ്റൽ ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകളും വിശേഷങ്ങളും വീണ്ടും തുടരും. ഈ വരുന്ന റംസാൻ ഓണക്കാലത്ത്
കല്യാൺ സാരീസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഷോപ്പ് ആൻഡ് വിൻ. ഒന്നാം സമ്മാനം ആഴ്ചതോറും ഒരു ഹുണ്ടായി i10. രണ്ടാം സമ്മാനം ഓരോ ബൈക്ക് വീതം 2 പേർക്ക്. മൂന്നാം സമ്മാനം 5 പേർക്ക് 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. മെഗാ ബമ്പർ സമ്മാനം ഒരു ടൊയോട്ട ആൾട്ടിസ്. കല്യാൺ സാരീസ് പട്ടിന്റെ തലസ്ഥാനം കോയമ്പത്തൂർ, തൃശൂർ, കോഴിക്കോട് കൂടാതെ അട്ടക്കുളങ്ങര, ഈസ്റ്റ് ഫോർട്ട്, തിരുവനന്തപുരം. ഷോപ്പ് ചെയ്യൂ, വിൻ ചെയ്യൂ. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി കർക്കിടവാവ് ദിനത്തിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. ജില്ലയിലെ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലും വർക്കല, പാവനാശം, അരുവിക്കര, ശംഖുമുഖം, കടത്തീരം എന്നിവിടങ്ങളിലായിരുന്നു പ്രധാനമായും ബലിതർപ്പണം നടന്നത്. ഓർമ്മകളുടെ എള്ളും പൂവിട്ട് ആയിരങ്ങൾ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി. കർക്കിടകവാവ് ദിവസമായ ശനിയാഴ്ച പുലർച്ചെ 3:30 മണിക്ക് ക്ഷേത്രങ്ങളിൽ വിശേഷൽ പൂജ നടന്ന ശേഷമാണ് ബലിതർപ്പണം ആരംഭിച്ചത്. പുലർച്ചെ ആരംഭിച്ച ബലിതർപ്പണം വൈകിട്ട് വരെ നീണ്ടു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും വിവിധ കടവുകളിലും ബലിതർപ്പണത്തിനായി നിരവധി പേർ രാവിലെ തന്നെ എത്തിയിരുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേർ ബലിതർപ്പണം നടത്തിയത് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലും വർക്കല, പാവനാശം, കടപ്പുറത്തുമാണ്. കൂടാതെ ശംഖുമുഖം, അരുവിക്കര എന്നിവിടങ്ങളിലും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പിതൃക്കന്മാർ, പരമ്പരയിൽപ്പെട്ടവർ, ബന്ധുക്കൾ തുടങ്ങി മരിച്ചുപോയവരുടെ പ്രീതിക്കായി ആൺപെൺ ഭേദമില്ലാതെയാണ് ബലിതർപ്പണം നടത്തിയത്. പിതൃക്കളോടുള്ള കടമ നിറവേറ്റാൻ ഏറ്റവും യോജ്യമായ ദിനമായാണ് കറുത്തവാവിനെ കണക്കാക്കുന്നത്. പിതൃതർപ്പണത്തിനായി ജില്ലയിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. KSRTC പ്രത്യേക സർവീസ് നടത്തി. പോലീസ് അതിവിപുലമായ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കിയപ്പോൾ വിവിധ സന്നദ്ധ സംഘടനകൾ ബലിതർപ്പണത്തിലവർക്ക് ദാഹജനങ്ങളിലും മറ്റും നൽകി ആശ്വാസം നൽകി. ക്യാപിറ്റൽ ന്യൂസ്, തിരുവനന്തപുരം. കർക്കിടകവാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ച് അരുവിക്കര ഡാം സൈറ്റിൽ കാർഷിക വ്യാവസായിക പ്രദർശനവും വിപണനമേളയും നടന്നു. അരുവിക്കര വാവുബലിയോടനുബന്ധിച്ച് കാർഷിക വ്യാവസായിക പ്രദർശനവും വിപണനമേളയും നടന്നു. മേളയിൽ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും ഉൾപ്പെടെ വൈവിധ്യമാർന്ന നിരവധി സ്റ്റാളുകളുണ്ടായിരുന്നു. മേള ഗതാഗത മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷത്തേക്കാൾ ജനപങ്കാളിത്തം കൊണ്ട് ഇത്തവണ മേള ശ്രദ്ധേയമായിരുന്നു. ക്യാപിറ്റൽ ന്യൂസ്, അരുവിക്കര. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളും വിശേഷങ്ങളും വീണ്ടും തുടരും. ഈ വരുന്ന റംസാൻ ഓണക്കാലത്ത് കല്യാൺ സാരീസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഷോപ്പ് ആൻഡ് വിൻ. ഒന്നാം സമ്മാനം ആഴ്ചതോറും ഒരു ഹുണ്ടായി i10. രണ്ടാം സമ്മാനം ഓരോ ബൈക്ക് വീതം 2 പേർക്ക്. മൂന്നാം സമ്മാനം 5 പേർക്ക് 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. മെഗാ ബമ്പർ സമ്മാനം ഒരു ടൊയോട്ട ആൾട്ടിസ്. കല്യാൺ സാരീസ് പട്ടിന്റെ തലസ്ഥാനം കോയമ്പത്തൂർ, തൃശൂർ, കോഴിക്കോട് കൂടാതെ അട്ടക്കുളങ്ങര, ഈസ്റ്റ് ഫോർട്ട്, തിരുവനന്തപുരം. ഷോപ്പ് ചെയ്യൂ, വിൻ ചെയ്യൂ. ക്യാപിറ്റൽ ന്യൂസ് എക്സ്ക്ലൂസീവ്. അപകടങ്ങൾ നിത്യസംഭവമായി നമ്മുടെ നാട്ടിൽ സ്വയം അപകടത്തിൽ ചാടുന്നവരാണ് കൂടുതൽ. എന്നാൽ അലസമായി യാത്ര ചെയ്യുന്നവരെ ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ടില്ലെന്നടിച്ചാൽ പിന്നെ എന്തു ചെയ്യും? കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് നിന്നും മത്സ്യമെടുക്കാനായി തമിഴ്നാട്ടിലേക്ക് പോയ ടെമ്പോയിലെ യാത്രക്കാരാണിവർ. അലസയാത്ര ചെയ്യുന്നവർക്ക് ഏത് നിമിഷവും അപകടം സംഭവിക്കാം. ഇവർ യാത്ര ചെയ്തിരുന്ന വഴിയിൽ നിരവധി നിയമപാലകരും ട്രാഫിക് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. എന്നാൽ വഴിയിൽ ഹെൽമറ്റ് പിടിക്കുന്ന യന്മാർക്ക് ഇതൊന്നും കാണാനുള്ള സമയമില്ല. അല്പം ശ്രദ്ധ തെറ്റിയാലോ പൊലിയുന്നത് 2 ജീവനുകളും. തിരുവനന്തപുരത്ത് വെച്ച് ക്യാപിറ്റൽ ന്യൂസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഈ അപകടയാത്ര പാറശാല വരെ തുടർന്നപ്പോൾ അധികാരികളെ അറിയിക്കാതിരിക്കാൻ ക്യാപിറ്റൽ ന്യൂസിന്റെ ക്യാമറ കണ്ണിനായില്ല. പാറശാലയിൽ വെച്ച് SI ഈശ്വരപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഹൈവേ പെട്രോൾ സംഘത്തെ ഞങ്ങൾ വിവരം ധരിപ്പിക്കുകയും അദ്ദേഹം അപകടകരമായ വാഹനത്തെ തടഞ്ഞു നിർത്തി യാത്രക്കാർക്ക് പിഴ നൽകുകയും ചെയ്തു. തുടർന്ന് അലസമായി യാത്ര ചെയ്ത യാത്രക്കാരെ വാഹനത്തിനുള്ളിൽ കയറി യാത്ര ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ക്യാമറമാൻ സഞ്ജിത് കൽറയ്ക്കൊപ്പം ശാന്തകുമാർ, ക്യാപിറ്റൽ ന്യൂസ്. നിരവധി കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ കടക്കൽ പഞ്ചായത്ത് സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ. പഞ്ചായത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് ഇന്ന് ഈ സ്റ്റേഡിയം നാശോന്മുഖമായിരിക്കുകയാണ്. കടക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയമാണ് പഞ്ചായത്തിന്റെ പിടിപ്പുകേട് കാരണം നശിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ ഭരണസമിതി സ്റ്റേഡിയം നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചെങ്കിലും അധികൃതരുടെ അനാസ്ഥ കാരണം സ്റ്റേഡിയം നാശോന്മുഖമായിരിക്കുകയാണ്. ഇതുകൂടാതെ സമീപ പ്രദേശമുള്ളവരും ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവ് കാഴ്ചയാണ്. സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിനായി ഇവിടുത്തെ യുവജന സംഘടനകളും ക്ലബ്ബുകളും പ്രതിഷേധം പഞ്ചായത്തിനെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മുൻപ് സംസ്ഥാന, ദേശീയ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത മിക്ക കായിക താരങ്ങളും പരിശീലനം നടത്തിയ ഗ്രൗണ്ടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ ശോചനീയമാണ്. സാമൂഹ്യ വിരുദ്ധത്തിൽ നിന്നും മാലിന്യക്കൂമ്പരത്തു നിന്നും ഈ ഗ്രൗണ്ടിനെ രക്ഷിച്ച് കായിക കേരളത്തിന്റെ മുതൽക്കൂട്ടാകാൻ ഈ ഗ്രൗണ്ടിനെ വികസിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാപിറ്റൽ ന്യൂസ്, കടക്കൽ. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളും വിശേഷങ്ങളും വീണ്ടും തുടരും. ഈ വരുന്ന റംസാൻ ഓണക്കാലത്ത് കല്യാൺ സാരീസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഷോപ്പ് ആൻഡ് വിൻ.
ഒന്നാം സമ്മാനം ആഴ്ചതോറും ഒരു ഹുണ്ടായി i10. രണ്ടാം സമ്മാനം ഓരോ ബൈക്ക് വീതം 2 പേർക്ക്. മൂന്നാം സമ്മാനം 5 പേർക്ക് 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. മെഗാ ബമ്പർ സമ്മാനം ഒരു ടൊയോട്ട ആൾട്ടിസ്. കല്യാൺ സാരീസ് പട്ടിന്റെ തലസ്ഥാനം കോയമ്പത്തൂർ, തൃശൂർ, കോഴിക്കോട് കൂടാതെ അട്ടക്കുളങ്ങര, ഈസ്റ്റ് ഫോർട്ട്, തിരുവനന്തപുരം. ഷോപ്പ് ചെയ്യൂ, വിൻ ചെയ്യൂ. പാറശാല പോലീസ് പിടിച്ചെടുത്ത മണൽ ലോറികൾ റോഡരികിൽ ഉപേക്ഷിച്ചതിനാൽ അപകടം വിളിച്ചു വരുത്തുന്നു. പാറശാല പോലീസ് പിടിച്ചെടുത്ത മണൽ ലോറികൾ റോഡരികിൽ ഉപേക്ഷിച്ചിരിക്കുന്നത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. യാത്രക്കാർക്കും നാട്ടുകാർക്കും അസൗകര്യമാകാതെ മണൽ ലോറികൾ ഇടാൻ മറ്റു മാർഗങ്ങളുണ്ടായിരിക്കെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താനാണ് റോഡരികിൽ മണൽ ലോറികൾ പിടിച്ചിട്ടിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വളരെ തിരക്കുള്ള റോഡാണ്. ഈ ഉള്ള റോഡ് സൗകര്യത്തിൽ പോലും ശരിയായിട്ട് വാഹനങ്ങൾക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മണലൊക്കെ പിടിച്ചുകൊണ്ട് പോലീസുകാർ ഈ റോഡിന്റെ മെയിൻ റോഡിന്റെ വശത്തോട്ട് ഇട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപകടം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബൈക്കിലൊക്കെ പോകുന്ന ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. കൂടുതലും ഞാൻ സ്കൂൾ പിള്ളേർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ക്യാപിറ്റൽ ന്യൂസ്, പാറശാല. കടയ്ക്കൽ കിളിമരത്തുകാവ് ശിവപാർവതി ക്ഷേത്രം ഭക്തന്റെ ശ്രദ്ധ നേടുകയാണ്. സ്വയംഭൂവായ 2 ശിവലിംഗമുള്ളതും ഏറ്റവും വലിയ ശാസ്ത്ര പ്രതിഷ്ഠയുമുള്ള ക്ഷേത്രം എന്ന ഖ്യാതിയും ഈ ക്ഷേത്രത്തിനുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ഭാരതത്തിൽ തന്നെ അപൂർവമായ 2 മഹാശിവലിംഗ പ്രതിഷ്ഠ ഉള്ളതുമായ കടയ്ക്കൽ കിളിമരത്തുകാവ് ശിവപാർവതി ക്ഷേത്രം ഭക്തജന ശ്രദ്ധ നേടുകയാണ്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണെങ്കിലും നാട്ടുകാരുടെ ശ്രമഫലമായാണ് കഴിഞ്ഞ മാസം പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും നടന്നത്. ക്ഷേത്രതന്ത്രി മാധവര് ശംഭു ഭോറ്റിയുടെ കാർമ്മത്തിലാണ് പുനഃപ്രതിഷ്ഠ നടന്നത്. ഇവിടെ ഇപ്പോൾ ശിവപാർവതി ക്ഷേത്രമാണ് പ്രധാന ശ്രീകോവിൽ. അത് കഴിഞ്ഞാൽ 2 ശിവലിംഗ പ്രതിഷ്ഠയാണ്. അത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. കാര്യം വെച്ചാൽ 2 ശിവലിംഗ പ്രതിഷ്ഠ ഒരു ക്ഷേത്ര സമുച്ചയത്തിനകത്ത് വരിക എന്ന് പറയുമ്പോൾ. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും അടുത്തത് മുരുകൻ ക്ഷേത്രമുണ്ട്. നമ്മുടെ സമീപ പ്രദേശത്ത് മുരുകൻ ക്ഷേത്രം അധികം ഇല്ല. അപ്പോൾ ഷഷ്ടിവ്രതമൊക്കെ ഭക്തജനങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് വളരെ അടുത്ത് തന്നെ എത്തിച്ചപ്പെടാൻ പറ്റുന്നൊരു ക്ഷേത്രമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാസ്താക്ഷേത്രം. ശാസ്താക്ഷേത്രത്തിൽ ഒരുപക്ഷെ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ വിഗ്രഹമായിരിക്കാം നമ്മുടെ കിളിമരത്ത് കാവിലൂടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ്. കാര്യം വിഗ്രഹം എടുക്കാൻ പോയടത്ത് തന്നെ അവർ പറഞ്ഞത് അവരുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഇത്രയും വലിയൊരു വിഗ്രഹം അവർ നിർമ്മിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ 31 ദിവസവും സൗജന്യമായിട്ട് തന്നെയാണ് ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത്. ഈ പറമ്പ് തന്നെ പലതായിട്ട് വീട്ടിൽ പിടിച്ചുകൊണ്ടുപോയി അതിനുശേഷം നമ്മൾ കുറേ പേര് ചേർന്നാണ് ഈ കണക്കിനാക്കി എടുത്തത്. കഴിഞ്ഞ നല്ല ഭക്തജന തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഭയങ്കരമായ രൂപത്തിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർക്കിടകം പ്രമാണിച്ച് 1-ാം തീയതി മുതൽ 31 ദിവസവും കർക്കിടക കഞ്ഞി കൊടുക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ബ്രിട്ടീഷുകാരുടെ പടയോട്ടത്തിൽ നാശങ്ങൾ സംഭവിച്ചിരുന്നു. എന്നാൽ നാട്ടുകാരുടെ നിർലോഭമായ സഹകരണമാണ് ക്ഷേത്രത്തിന്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിക്കാൻ സഹായകരമായത്. ക്യാപിറ്റൽ ന്യൂസ്, കടയ്ക്കൽ. ഇനിയൊരു ഇടവേള. ഈ വരുന്ന റംസാൻ ഓണക്കാലത്ത് കല്യാൺ സാരീസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഷോപ്പ് ആൻഡ് വിൻ. ഒന്നാം സമ്മാനം ആഴ്ചതോറും ഒരു ഹുണ്ടായി i10. രണ്ടാം സമ്മാനം ഓരോ ബൈക്ക് വീതം 2 പേർക്ക്. മൂന്നാം സമ്മാനം 5 പേർക്ക് 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. മെഗാ ബമ്പർ സമ്മാനം ഒരു ടൊയോട്ട ആൾട്ടിസ്. കല്യാൺ സാരീസ് പട്ടിന്റെ തലസ്ഥാനം കോയമ്പത്തൂർ, തൃശൂർ, കോഴിക്കോട് കൂടാതെ അട്ടക്കുളങ്ങര, ഈസ്റ്റ് ഫോർട്ട്, തിരുവനന്തപുരം. ഷോപ്പ് ചെയ്യൂ, വിൻ ചെയ്യൂ. വാർത്തകൾ അവസാനിക്കുന്നതിന് മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി നിക്ഷേപങ്ങളുടെ മൂല്യനിർണ്ണയം നാളെ മുതൽ. കരകുളം മുല്ലശ്ശേരി പേഴുമൂട് റോഡ് ശോചനീയാവസ്ഥയിൽ, നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. പിതൃക്കളുടെ മോക്ഷത്തിനായി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. കടയ്ക്കൽ പഞ്ചായത്ത് സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ. ക്യാപിറ്റൽ ന്യൂസ് എല്ലാ ഞായറാഴ്ചയും രാത്രി 8:30 നിങ്ങളുടെ നാട്ടിലെ പ്രധാന വാർത്തകളും ഞങ്ങളെ വിളിച്ചറിയിക്കാം. അറിയിക്കേണ്ട നമ്പർ 9349013534. ഈ ആഴ്ചയിലെ വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരേക്കും